കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ലയിലാണ് കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം സ്ഥിതി ചെയ്തത്. കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്താണെന്ന് അറിയാമോ? ശ്രീ ഭദ്രകാളിയാണ്. ശ്രീ ഭദ്രകാളി ദേവിയാണ്. ശ്രീ ഭദ്രകാളി ദേവി എന്ന് പറയുന്നത് നമുക്കറിയാം ആരാണ്? അമ്മ. ഒരമ്മ സങ്കല്പമല്ലേ? അമ്മയാണ്. നമ്മുടെയൊക്കെ അമ്മ, ഈ പ്രപഞ്ചത്തിൻ്റെ അമ്മ, ലോകത്തിൻ്റെ മുഴുവൻ മാതാവ്. അതുപോലെ തന്നെ കാട്ടിൽ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ മണികെട്ടുന്നൊരു വഴിപാടാണ്. മണികെട്ടുന്നൊരു വഴിപാട്, അതായത് ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ച് ലഭിക്കുന്ന മണി ആളുകൾ ഇവിടുത്തെ ക്ഷേത്രത്തിലുള്ള പേരാലിൽ കെട്ടാറുണ്ട്. പ്രാർത്ഥനയോടെ അല്ലെങ്കിൽ ഭക്തിയോടെ ഈ പേരാലിൽ കെട്ടാറുണ്ട്. ഇത് ആഗ്രഹ സബലീകരണത്തിന് വേണ്ടി കെട്ടുന്നതാണ്. ആഗ്രഹ സബലീകരണത്തിന് വേണ്ടിയാണ് ജനങ്ങൾ ഈ മണി കെട്ടുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ 365 ദിവസവും ഭക്തന്മാർക്ക് പൊങ്കാലകൾ അർപ്പിക്കുന്നതിനുള്ളൊരു സൗകര്യം ഈ ക്ഷേത്രത്തിലുണ്ട്. അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കിണറിൽ എന്തില്ല, കിണറ്റിലെ ജലത്തിൽ എന്തില്ല, ഉപ്പുരസമില്ല എന്നുള്ളതാണ്. കാരണം ഈ കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തോട് ചേർന്ന് കടലാണ്. കാരണം കടലിൻ്റെ സമീപത്തൊരു കിണർ കുഴിച്ചു കഴിഞ്ഞാൽ അവിടെ ആ ജലത്തിൽ എന്തുണ്ട്? ഉപ്പുരസമുണ്ട്. പക്ഷേ ഈ ക്ഷേത്രത്തിലുള്ള കിണറ്റിൽ എന്തില്ല, ജലത്തിൽ ഉപ്പുരസമില്ല എന്നുള്ളത് വളരെ വലിയൊരു അനുഭവം തന്നെയാണ്. അതുപോലെ തന്നെ 2004 സുനാമി ദുരന്തമുണ്ടായ സമയത്ത് സുനാമി തിരമാലകൾക്കോ അല്ലെങ്കിൽ രാക്ഷസ തിരമാലകൾക്ക് ഈ ക്ഷേത്രത്തിലെ നാശനഷ്ടങ്ങളൊന്നും വരുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ വലിയൊരു അത്ഭുതം തന്നെയാണ്. കാരണം അന്ന് സുനാമി ഉണ്ടായപ്പോൾ നമുക്കറിയാം ലോകം മുഴുവൻ നാശനഷ്ടങ്ങളുണ്ടായി. പക്ഷേ ഈ ക്ഷേത്രത്തെ ബാധിക്കുവാൻ സുനാമി തിരമാലകൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ വലിയൊരു അത്ഭുതം തന്നെയാണ്. അത് ദേവിയുടെ ശക്തി സ്രോതസ്സിനെ എടുത്തു കാട്ടുന്ന ഒന്നാണ്. കാട്ടിൽ മേക്കതിൽ ദേവി എന്ന് പറയുന്നത് കാട്ടിയമ്മ ശ്രീ ഭദ്രകാളിയാണ്. ഭദ്രകാളി ദേവിയാണ് കേട്ടോ. ഭദ്രകാളി ദേവിയെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ അങ്ങോട്ട് പറയേണ്ട. വിക്രമാദിത്യ ചക്രവർത്തി പോലും പറയുന്നുണ്ട്, വേതാളം വിക്രമാദിത്യ ചക്രവർത്തിയോട് പറയുന്നുണ്ട് രക്ഷാമാർഗം എന്താണ്, ഭദ്രകാളി കഥനമാണെന്ന് പറയുന്നുണ്ട്. അങ്ങോട്ടൊന്നും ഞാൻ കടക്കുന്നില്ല. അതുപോലെ കാട്ടിൽ ഈ ക്ഷേത്രത്തിൽ വൃശ്ചികമാസം 1-ാം തീയതി മുതൽ ഏതാണ്ട് 12 വിളക്ക് വരെ ഇവിടെ വളരെ വലിയ വിശേഷമാണ്. അപ്പോൾ ഈ സമയത്ത് കാട്ടിൽ അമ്പലത്തിലുള്ള തിരക്കെന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് കേട്ടോ. ജനസമുദ്രം ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം വൃശ്ചികമാസം 1 മുതൽ 12 വിളക്ക് വരെ ഒച്ചിറ പോലെ ജനസമുദ്രമാണ് ഇവിടെ.